ആ പോകുമ്പോ തന്നെ നമുക്ക് ഷുഗർ കൂടിയതാണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ആ ഷുഗറിന്റെ മരുന്ന് കഴിക്കുമെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയും. എന്റെ പേര് പരിചയെന്നാണ്. വീട് ആലുവ ഇടത്തല. ഒരു 17-18 വർഷമായിട്ട് ഷുഗർ തുടങ്ങിയത്. അന്നോടെ ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മലർന്നിടുന്ന ആദ്യം ഉറങ്ങിക്കൊണ്ട് അത് കഴിഞ്ഞൊരു 13 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് മലർന്നൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് കിടന്ന് ശ്വാസം കിട്ടാതെ വരും. പിന്നെ സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കും. ഇപ്പൊ ഇതിവിടെ വരുന്നതിന് മുമ്പ് വരെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം മലർന്ന് കിടന്ന് ഉറങ്ങുന്നതിന് കുഴപ്പമില്ല. അത് ശരിയായി. മലർന്ന് കിടന്ന് ഉറങ്ങുമ്പോ ബ്രീത്തിങ് പ്രോബ്ലം വരുന്നതുകൊണ്ടാണ് ഉറക്കം പോണത്. അതെന്താണെന്ന് സയൻസ് പഠിച്ചവർക്കൊക്കെ കുറച്ച് തിരിയും. സയൻസ് പഠിച്ചവർക്ക് തിരിയട്ടെ. ഇതിപ്പോ ഒരു 15 കൊല്ലമായി ശ്വാസത്തിന്റെ ഈ പ്രശ്നം വന്നു. ഈ മലർന്ന് കിടന്ന് ഉറങ്ങുമ്പോഴുള്ള പ്രശ്നം വന്നു. ഓക്കെ, മലർന്ന് കിടന്ന് ഉറങ്ങാൻ കഴിയാത്തത് വെറുതെ കണ്ണടിച്ചിരുന്ന് ഇവിടുന്നാട് പോയപ്പോ അങ്ങോട്ട് മാറാന്ന് പറഞ്ഞ മാജിക് അല്ലാന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊരു എനർജി ഫീലിംഗ് ആണ്. അത് പറഞ്ഞാൽ അനുസരിക്കണവർക്കൊക്കെ മാറാറുണ്ട്. അത് കഴിഞ്ഞ് ചരിഞ്ഞ് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര തണുപ്പത്താണെങ്കിൽ ഫാൻ വേണം, കാറ്റ് സപ്പോർട്ട് വേണം. ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ വരും. ഇപ്പൊ ആ ഫാന് ഓഫ് ചെയ്താലും കുഴപ്പമില്ല, ആ നോർമൽ കണ്ടീഷനിൽ ഉറങ്ങാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരു 6 വർഷം ആയിട്ടുണ്ടാവും നമ്മൾ ബ്ലഡ് കോട്ട് ചെയ്യാതിരിക്കാനായിട്ട് ഗുളിക കഴിക്കുമായിരുന്നു. രാത്രി കിടക്കാൻ നേരത്തെ ഒരേ ഗുളിക കഴിക്കും. അത് കുറെ നാൾ കഴിച്ചു കഴിഞ്ഞപ്പോ ഞാൻ സ്വയം അത് ഡെയിലി എന്നുള്ള 1.5 വിട്ടാക്കി. ഈ 1.5 വിട്ടാക്കി കഴിഞ്ഞപ്പോ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മന്നി പോലെ, ഒരു തലകറക്കം പോലെ തോന്നും. പിന്നെ എവിടെയെങ്കിലും ഇരിക്കും, വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഗുളിക കഴിക്കും. ഇപ്പൊ ഈ 5 ദിവസമായിട്ട് ഇപ്പൊ ഞാൻ തിങ്കളാഴ്ച വന്നു തുടങ്ങിയ ഇതുവരെ ആ ഗുളിക കഴിച്ചിട്ടില്ല. ഇതുവരെ ശരീരത്തിന് ഒരു എഫക്റ്റും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം മരുന്നൊന്നും കഴിച്ചിട്ടില്ല. ഷുഗർ ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് രാവിലെ വൈകിട്ടും ഇൻസുലിൻ 20 പോയിന്റ് വെച്ച് എടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നെ 500ന്റെ ഗുളിക രാവിലെ വൈകിട്ട് ഓരോന്ന് കഴിക്കും. ഇത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു ദിവസം ഇപ്പൊ യാദൃശ്യമായിട്ട് കഴിക്കാതിരുന്നാൽ രാത്രി കിടക്കാൻ പറ്റില്ല. നമുക്ക് മൂത്രമൊഴിക്കാനായിട്ട് ഇങ്ങനെ ഒരു 6-7 പ്രാവശ്യം പോയിക്കൊണ്ടിരിക്കും. ആ പോകുമ്പോ തന്നെ നമുക്ക് ഷുഗർ കൂടിയതാണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ആ ഷുഗറിന്റെ മരുന്ന് കഴിക്കുമെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയും. ഇപ്പൊ ഒരു മാസം ആകുന്നതിന് മുമ്പ് കാലത്ത് ഇങ്ങനെ പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊരു നെഞ്ചുവേന വെറുതെ തോന്നിയുള്ളൂ. ഇപ്പൊ തന്നെ മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് കിടന്നു കഴിഞ്ഞപ്പോ വീണ്ടും ചെറുതായിട്ടൊന്നും തോന്നി. അപ്പൊ ഈ ഷുഗർ ഉള്ള ആളുകൾക്ക് അറ്റാക്ക് അങ്ങനെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന കുറവായിരിക്കും എന്നിങ്ങനെ ഒരു അപ്പൊ അതനുസരിച്ച് ആശുപത്രി പോയി. ഡോക്ടറെ അടുത്ത് ഇങ്ങനെ വിവരം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ അങ്ങനെ ഇത്രയും കാലമായിട്ടുള്ളതല്ലേ ഷുഗർ, മൊത്തത്തിലൊരു ചെക്കപ്പ് എടുത്തിക്കൊള്ളാം. അങ്ങനെ പുള്ളി ECG എക്സ്റേ അങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടണില്ല. പുള്ളി ഉദ്ദേശിച്ചിട്ട് കിട്ടണം. അപ്പൊ പുള്ളി പുറത്തു പോയി സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞ് എഴുതി തന്നു. ആലുവ മൊത്തം അന്വേഷിച്ചപ്പോ അവിടെ ഒന്നും ഇല്ല. അപ്പൊ ഒരാൾ പറഞ്ഞു രാജഗിരിയിലുള്ളൂ. അവിടെ ചെന്നപ്പോ ഒരാഴ്ചത്തേക്ക് ബുക്കിംഗ് ആണ്. അവിടെ ഒരാഴ്ചത്തേക്ക് ബുക്കിങ്ങിന് മുൻകൂട്ടി നമ്മൾ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞ ആ സ്കാനിങ് എടുത്ത് ആശുപത്രി കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞ് കരളിനെന്തോ കംപ്ലൈന്റ് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൊത്തം മരുന്ന് മാറ്റി. ഷുഗറിന്റെ എല്ലാ മരുന്നുകളും മാറ്റിയിട്ട് പുള്ളി കുറെ മരുന്നുകളാണ്. അപ്പൊ ഞാനത് ഉപയോഗിച്ചില്ല. വേറൊരു ഡോക്ടറെ പോയി കണ്ടു. നമുക്ക് ഒരു നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഡോക്ടറെ പോയി കാണിച്ചു. പുള്ളി പറഞ്ഞ് മരുന്നൊന്നും ഇപ്പൊ നിലവിൽ കഴിക്കേണ്ട, ഒരു സ്കാനിങ് കൂടി എഴുതരാം. വീണ്ടും ആ സ്കാനിങ് അമൃതയിൽ പുള്ളി ലെറ്റർ എന്ന് അവിടെ പോയി ചെയ്യാൻ പറഞ്ഞു. അവിടെ ചെന്ന് ആ സ്കാൻ ചെയ്ത് CT സ്കാൻ ആ CT എടുത്ത് കഴിഞ്ഞപ്പോ ആ ഡോക്ടർ പറഞ്ഞ് കരളിന് ഒരു ചുരുക്കം സംഭവിച്ചിട്ടുണ്ട്, അതിന് നിവർത്താനൊന്നും പറ്റൂല. അപ്പൊ ഞാനൊരു മെഡിസിൻ 1 മാസത്തേക്ക് തരാം എന്നും പറഞ്ഞ് ആ മെഡിസിൻ മേടിച്ച് കൊണ്ടുവന്ന് അന്ന് രാത്രി കഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എക്കിള് തുടങ്ങി. അങ്ങനെ എക്കിളും ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് എക്കിളും. കാലത്ത് എഴുന്നേറ്റപ്പോ കുഴപ്പമൊന്നുമില്ല, ഉറക്കത്തിനും പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ രാവിലെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുളിയും കൂടി കഴിച്ചു. ഒരു 10 മിനിറ്റ് വീണ്ടും തുടങ്ങി. പിന്നെ എന്നെ പറഞ്ഞോട്ട് ഡോക്ടർ എത്തുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഈ ഗുളിക കഴിക്കണ്ട, ആ ഗുളിക നിർത്തിക്ക, ഞാൻ വേറെ ചില മെഡിസിൻ തരാൻ പറഞ്ഞ് വേറെ സ്വല്പം മെഡിസിൻ. ഇയാൾ തന്ന മെഡിസിൻ കഴിച്ച് സ്വല്പം നേരം അത് മാറി. വീട്ടിൽ വന്ന് ഒരു 2 മണിക്കൂർ വീണ്ടും തുടങ്ങി ഈ പെരുന്നാളിന്റെ സമയത്ത്. അത് പിന്നെ അങ്ങനെ ഞാൻ പിന്നെ സാരമില്ല എന്നുള്ള രീതിയിലാണ് നിർത്തി. പിന്നെ ഡോക്ടറൊന്നും കാണാൻ പോയില്ല. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വരും, ചിലപ്പോൾ 3 മണിക്കൂർ നിൽക്കും. അങ്ങനെ 4 ദിവസം നിന്നു. 4ന്റെ അന്ന് സ്വയമേ മാറി. 2 പേരും തന്ന ഗുളിക പിന്നെ കഴിച്ചില്ല. ഈ അടുത്ത 5-ാം തീയതിത്തേക്ക് എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് അമൃതയിലേക്ക് പുള്ളി എഴുതി തന്നേക്കാം. അവിടെ ഉള്ള ഡോക്ടർ പറഞ്ഞേക്കാം ചെന്ന് എൻഡോസ്കോപ്പി ചെയ്യണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് കണ്ടത്. പിന്നെ ഇവിടെ വന്ന് ഇപ്പൊ കഴിഞ്ഞ തിങ്കളാഴ്ചയോടെ ഈ വരുന്ന ഒരു മരുന്നും കഴിക്കണില്ല, ഒന്നും കഴിക്കണില്ല. ഇപ്പൊ ഷുഗർ ഇപ്പൊ എത്ര ഉണ്ടെന്ന് വ്യക്തമല്ല. പക്ഷെ എന്നാലും ഷുഗറിന്റേതായിട്ട് ഈ പറയപ്പെടുന്ന രോഗങ്ങളൊന്നും നിലവിൽ ഇപ്പൊ എനിക്കില്ല. ശാരീരികമായി ഒരു അറിവുമില്ല. ഇപ്പൊ ഷുഗർ കൂടുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ അതല്ല ഇപ്പൊ നമുക്ക് മലർന്ന് കിടന്ന് ഉറങ്ങിയിട്ടില്ല. കുറച്ചു നേരം മലർന്ന് കിടന്ന് ചരിഞ്ഞിടന്ന് ഉറങ്ങണം. പക്ഷെ ആ കിടക്കുമ്പോൾ നമുക്ക് ചാരി ഇരുന്നാൽ പോലും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ശ്വാസം കിട്ടൂല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ.